ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖ മഹാത്മ്യം കളിപ്പാട്ട് ഏകോനവിംശാധ്യായഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പിന്നെയും ശംഖമുനിയെ തൊഴുതുടൻ ധന്യനാകും കിരാതൻ പറഞ്ഞിടിനാൻ. ഏതൊരു കർമ്മേണ ഞാനിതു മൂഢനായി വ്യാധകുലത്തിൽ പിറന്നിതു മാമുനെ. ഈദൃശിയായി വരാൻ എന്തു ബുദ്ധിയും സാധുവാം നീ ഗുരുവായി വരുവാൻ മമ. ഒക്കെ അരുൾ ചെയ്തു കേൾപ്പതിനാഗ്രഹ മുൾക്കാമ്പിലേറ്റം വളരുന്നു മേ വിഭോ. കാട്ടാള ഭാഷിതം കേട്ടു മുനികുല ശ്രേഷ്ഠനും വാട്ടം വരാതെ ചൊല്ലിടിനാൻ. പണ്ടു നിശാകാലദേശേ മുനീശ്വരനുണ്ടായ ബാലകൻ വത്സഗോത്രോദ്ഭവൻ സ്തംഭനെന്നും തവ നാമവും ഓർക്ക നീ. ഡംബമുണ്ടേറ്റം മഹാകാമിനീശ്വരൻ കാന്തിമതി എന്ന നാമമായിടിന പൂന്തേൻ മൊഴിയേയും വീട്ടുകൊണ്ടാനല്ലോ സ്വാശ്രയപത്നിയിലാശ വേറിട്ടു നീ. വേശ്യാവിനോദം തുടങ്ങി ദിനം പ്രതി തൽഗൃഹേ കൊണ്ടെന്നു വെച്ചിതു വേശ്യയെ തങ്ങളിൽ ചേർന്നു രമിക്കൂ മനാരദം. സത്സംഗദോഷേണ നിത്യകർമാദിയും വത്സനാം വിപ്രനു നേരത്തു ചമഞ്ഞുതേ. മൂഢശൂദ്രാചാരമാചരിച്ച ശ്രമം പ്രൗഢരാഗേണ മഹാഷഠമാനസൻ സുഭ്രുവാകം തവ ധർമ്മപത്നി തന്നിൽ അല്പവുമില്ലാതെയായിതേ സ്നേഹവും ഇഷ്ടമവളിൽ ഭവാനില്ലയെങ്കിലും മുട്ടുമുപേക്ഷ കൂടാതെ നിരന്തരം ശുശ്രൂഷ ചെയ്യുമതി ഭക്തി സംയുതമാശയം ഭർത്താവ് ഒഴിഞ്ഞല്ലേ എന്നോർത്ത് ഭർത്താവിനിഷ്ടയാം വേശ്യയെ കൂടവേ നിത്യവും ശുശ്രൂഷ ചെയ്യും പുതോത്തമാ. ദൈത്യനെ തന്നെയും ദൈതേഷ്ട തന്നെയും മോദേന കാൽ കഴുകിക്കും ദ്വിജാങ്കന വിപ്രവേശാസമ മൂർധ്വഭാഗേ സദാ സുപ്രസാദേന നിത്യം ശയിച്ചിടുമേ. ദാസി സമാനയായി ധർമ്മപത്നി തഥാ വാസവും ചെയ്തുറങ്ങും സുജാസന്തതം. എപ്പോഴുമേവർക്കും ഒത്തവണ്ണം തന്നെ അപ്രിയം കൂടാതെ വിപ്ര കുടുംബിനി രക്ഷിച്ചു പോരുന്ന കാലം ഒരു ദിന മക്ഷൂണിദേവനധമലോ അധമാലോത്തമൻ മൂലകങ്കാര സരസ്നേഹതൈലങ്ങളാൽ മേളിച്ചു മോദേന ഭക്ഷിച്ചു ഭൂസുരൻ. ഛർദിയും പിന്നെ വിരോചന രോഗവും വിദ്രുതം ഭൂമീസുരനുണ്ടായി വന്നുതേ. പഥ്യമായി തീക്ഷണമൗഷധം സേവിച്ചു പിൽപ്പാടുകൂടി ഭഗന്ധരവ്യാധിയും സർവദുഃഖങ്ങളെ കൊണ്ട് മഹീശ്വരൻ സർവാ ദുഃഖം മുഴുത്തു കേഴും വിധോ. ഉള്ള ധനങ്ങളൊടുങ്ങിയ നേരത്ത് പുള്ളിമാൻ കണ്ണിയാളാകും ഗണികയും മറ്റും ദ്വിജനിലെ സ്നേഹവും വിട്ടവൾ മറ്റൊരു പുരുഷഗേഹം പ്രവേശിച്ചു. പിന്നെ മഹീസുരൻ ഏറ്റവും ഖേദിച്ചു തന്നെ വല്ലഭയോട് ചൊല്ലിയിടിനാൻ. കഷ്ടം ഗണികയിൽ സക്തനായി വന്നു ഞാൻ ഒട്ടുമേ നിൽ കരുണയും കൂടാതെ കാലവുമേറ്റം കഴിഞ്ഞു ശിവശിവ. മേലിനി എന്തു ഭവിക്കുമെന്നീശ്വര. തന്നെ ഭാര്യ പതിവ്രതയാം അവൾ തന്നിൽ അഭിരുചി കൂടാതെ സന്തതം അന്യന്മാരായുള്ള വേശ്യാങ്കനമാരോടൊന്നിച്ചു നിത്യം വസിച്ചു വിപ്രാഥമൻ. പിന്നെ ജന്മങ്ങൾ 15 ഷണ്ഡനായി തന്നെ ഭവിക്കുമതിനില്ല സംശയം. നിന്ദിതനായി വരും സജ്ജനത്താലവനെന്നു വേദോക്തികൾ അറിഞ്ഞേനഹം.
വേശ്യമാരോടുള്ള സംസർഗ കാരണം ഈശ്വരൻ താൻ അനുകൂലനല്ലാതെയാം. സത്യവും ധർമ്മവും തേജസ്സുമായുസ്സും നിത്യം ക്ഷയിച്ചുകൂടും ദൃഢം. പിന്നെയും ആരോഗ്യവും കെട്ടു രോഗവും വർദ്ധിച്ചു വൈരാഗ്യമേവർക്കുമുണ്ടാം ദിനേ ദിനേ. എന്നതോ ഞാൻ പറയണമെന്നില്ലല്ലോ. ധന്യേ നിരന്തരം എന്നെ രക്ഷിക്കുന്നേ മുന്നമേ. ഞാൻ ചെയ്ത അപരാധമൊക്കെയും ധന്യശീലേ നീ രക്ഷിച്ചു കൊള്ളേണമേ. അല്ലായിൽ നിന്നുടെ കോപാഗ്നിയിൽ തന്നിൽ ഞാൻ വല്ലാതെ വീണു ദഹിച്ചു പോവും നിർണയം. ഏവം പറഞ്ഞൊരു ഭർത്താവ് തന്നോട് കൈയും വണങ്ങി പറഞ്ഞു വിനയാന്വിതം, വല്ലഭാ നീ വൃഥ ഖേദിക്കരുതടോ. നല്ലതുമേന്മേൽ വരേണമേ ദേവമേ. കോപാഗ്നിനാ ഭവാൻ ഭീതനായിടുലോ. കോപം കുറഞ്ഞൊന്ന് മില്ലിനെ ഓർക്ക നീ. തന്നാൽ കൃതമായ പാപമനുഭവ മനിൻ വരുത്തുമാറില്ല ദുഃഖം നൃണാം. ബോധമില്ലായകയാൽ ഇങ്ങനെ തോന്നുന്നു. ചേതസി തോന്നുന്നതില്ല നിനക്കേതുമേ എനിക്കേതുമേ. നിന്നോടു ചേർന്നു സുഖേന വാണിടുവാൻ. പുണ്യം മഹാപുരം ചെയ്കായിക കാരണം കാരുണ്യമില്ലാതെയായി വന്നു ഞാനതിനാരോട് വൈരാഗ്യം നിനയ്ക്കുന്നു വല്ലഭാ. ഇങ്ങനെയോരോന്ന് സാദരം ചൊന്നവൻ തന്നെ ഖേദമശേഷം കളഞ്ഞവൾ നൽവഴി പാലനം ചെയ്തുമേവം വിധോ. ദ്രവ്യമില്ലാതെയായി ചികിത്സിക്കാൻ അച്ഛനോടും നിജബന്ധുക്കൾ തമ്മോട് മർദ്ദിച്ചു വാങ്ങി പുലർത്തും മനോഹരി. ദേവതമാരെയും നിത്യവും പൂജിച്ചു ആവോളം നിജഭക്തി സമന്വിതം. ഭർത്താവ് തന്നെ രോഗങ്ങൾ വേർപെട്ടു സ്വസ്ഥനായി കണ്ടാവു ഞാൻ മമ ദേവമേ. ദണ്ഡം പൊറുത്താൽ ഗണേശനു മോദക മെണ്ണമില്ലാതോളം നേദിപ്പനാശു ഞാൻ. മന്ദവാരം വത്തുവാസിച്ചു മേവുന്നേൻ തിന്നുമാറില്ല മധുരസാദികൾ. ഭർത്താവ് തന്നെ ദണ്ഡം പൊറുപ്പോളം ചിത്ത സുഖങ്ങളിച്ഛിക്കുന്നതില്ല ഞാൻ. ഇങ്ങനെ മേവുന്ന കാലം ഒരു ദിനം മംഗളനാകുന്ന ദേവലമാമുനി പൈശാചമാം സമീഠാന്വിതം തന്നെയും പേശലശീലയാം കാന്തിമതി കണ്ടു ഭർത്താവ് തന്നോട് ചൊല്ലിനാൻ വ്യാജേന. വൈദിനെ സാധനം പൂജിപ്പതിനായി വല്ലഭാ തന്നെ ആജ്ഞയാ ഭൂസുരൻ നല്ല മുനീന്ദ്രനെ പൂജിച്ചു കൊണ്ടവൻ പാദതീർത്ഥം ഭർത്തൃമൂർധ്നി ചേർത്തിനാൾ. മോദം മുനിവരനുണ്ടാക്കി മെല്ലവേ ധർമാർത്ഥനായ മുനിക്ക് വിരവോട് നിർമ്മജല പാനദാനവും ചെയ്തിരുന്നു. പിന്നെ മഹാമുനിതൻ വഴി പോയതു സന്നിപാദേവ മൂർച്ഛിച്ചിതു രോഗവും പേയം ത്രികടുകലയ്ക്ക് ഭവാനുടെ വായിൽ പകർന്ന നേരം. ബോധമില്ലാതെ ദന്തങ്ങൾ മധ്യേകപ്പെട്ടോരങ്കുലം ഹന്ത മുറിഞ്ഞങ്ങു വീണിരു ജീവനും വേർപെട്ടു കണ്ട നേരത്തു സമ്മത തൽപതിക്കായഥ തടിയും തീർത്ത് ഭർത്തൃകളെ പരം ചേർത്തു നിജാംഗവും ഭഗ്നയായ വിഷ്ണുപദം ഗമിച്ചിടിനാൽ. മാധവമാസേ മഹാമുനിക്കാതരാൽ ബോധമേറും തവ വല്ലഭായേ കഥാ. പാനക ദാനാദി ചെയ്ത നിമിത്തമായി ഊനം വരാതെ മോക്ഷത്തെയും പ്രാപിച്ചു. ദുഷ്ടനായുള്ള നീ വേശിയെ ചിന്തിച്ചു പുഷ്ടസന്താപം മരിച്ചതു കാരണം. കാട്ടാള വംശേ പിറന്നു ഭവാൻ എന്നു കേട്ടാലും ഇന്നിനിയും പുണ്യവർദ്ധനം. മുന്നം മുനിയുടെ പാദതീർത്ഥാമൃതം നിന്നുടെ മൂർധാവിലേറ്റതു കാരണം. ഇന്നു നാം തങ്ങളിൽ കാണാൻ അവകാശമെന്നറിഞ്ഞാലും നിഷധകുലാധിപ ജ്ഞാനദൃഷ്ട്യാ ധരിച്ചിടിനേനൊക്കെയും ദീനനാം നിന്നുടെ കർമ്മഭേദം സഖേ. ചൊല്ലിനേൻ 19 അധ്യായം ഇന്നിനിയും ചൊല്ലുവാൻ ശേഷവും കേൾക്ക നൃപോത്തമാ. ഇതി വൈശാഖമാഹാത്മ്യേ ഏകോനവിംശാധ്യായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരി ഓം.